Hi friends, welcome to our channel. Next question is, identify the correct statement about trial balance. First statement, a trial balance checks the mathematical accuracy of accounts. Second statement, a trial balance ensures that all financial transactions are correctly classified. Third statement, a trial balance guarantees that financial statements are free from fraud. And options are, option A, only one is correct. Option B, only 2 and 3 are correct. Option C, only 1 and 2 are correct. Option D, all statements are correct. And the correct answer is option A, only one is correct. അപ്പോൾ നമുക്ക് നോക്കൂ, ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, എ ട്രയൽ ബാലൻസ് ചെക്ക് ദി മാത്തമാറ്റിക്കൽ അക്യുറസി ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സിന്റെ മാത്തമാറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ട്രയൽ ബാലൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ വരുന്നത് തന്നെയാണത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയ, ട്രയൽ ബാലൻസ് എൻഷുവർ ദാറ്റ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ കറക്റ്റ്ലി ക്ലാസിഫൈഡ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ട്രയൽ ബാലൻസ് എൻഷുർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ട്രയൽ ബാലൻസ് എഫക്റ്റ് ചെയ്യാത്ത ചില എറേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് ഒരിക്കലും ട്രയൽ ബാലൻസ് വെച്ചുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, കാരണം നമുക്ക് എറേഴ്സിന് നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആ ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നതും ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാത്തതുമായിട്ടുള്ള എറേഴ്സ്. അപ്പോൾ ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാത്ത എറേഴ്സ്, ഓക്കെ, അതിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഓഫ് സെറ്റിംഗ് എറേഴ്സ്. നമ്മൾ ഡെബിറ്റിൽ കൊടുക്കുന്ന അതേ സാധനം ക്രെഡിറ്റിലും അതേ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് സെറ്റ് ചെയ്ത് പോകും. സോ അതൊന്നും നമുക്ക് ട്രയൽ ബാലൻസ് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒറ്റ നോട്ടത്തിൽ, അല്ലേ? ട്രയൽ ബാലൻസ് ആവാതെ വരുമ്പോൾ മാത്രമാണ് അത് ആ ഒരു പ്രസൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ റവന്യൂ ഐറ്റം, സോ അതിന് നമ്മൾ ക്യാപിറ്റൽ ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്ത് എഴുതുന്നത്, ഓക്കെ, സൈഡ് മാറുന്നില്ല, ആക്ച്വലി റവന്യൂ ക്യാപിറ്റൽ എന്നുള്ളത് മാത്രമേ അവിടെ മാറുന്നുള്ളൂ. അങ്ങനെ വരുന്ന എറേഴ്സ് ഒന്നും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ട്രയൽ ബാലൻസ് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ടാലി ആയതുകൊണ്ട് മാത്രം അതിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയ, ട്രയൽ ബാലൻസ് ഗ്യാരണ്ടീസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം ഫ്രോഡ്. അപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ അവിടെ ഫ്രോഡ് ഒന്നും ഇല്ല, ഫ്രീ ഫ്രം ഫ്രോഡ് ആണെന്ന് നമ്മൾ ട്രയൽ ബാലൻസ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ അതേ കാര്യം ഞാൻ ഇവിടെയും പറയാം, നമുക്ക് ഈ ഓഫ് സെറ്റിംഗ് എറേഴ്സ് നമുക്ക് ഒരിക്കലും ട്രയൽ ബാലൻസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ടാലി ആയതുകൊണ്ട് അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു എറേഴ്സും ഇല്ല, അവിടെ ഫ്രോഡ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, നമുക്കത് ഉറപ്പിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇതിൽ ഓൺലി വൺ ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. ട്രയൽ ബാലൻസ് എൻഷുവർ മാത്തമാറ്റിക്കൽ അക്യുറസി ബൈ വെരിഫൈയിങ് ടോട്ടൽ ഡെബിറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ്. അതാണ് നമ്മൾ മാത്തമാറ്റിക്കൽ അക്യുറസിയെ കുറിച്ച് പറഞ്ഞത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞേ. However, it does not detect fraud as errors like omissions and incorrect classification may still exist. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അവിടെയും വരാം. ഓക്കെ, അത് ഇല്ല നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല ട്രയൽ ബാലൻസ് ടാലി ആയതുകൊണ്ട് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഒമിഷനൊക്കെ, ഒരു ട്രാൻസാക്ഷൻ മൊത്തത്തിൽ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ സോ ട്രയൽ ബാലൻസിന് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ എന്താണ്, ആക്ച്വലി ട്രയൽ ബാലൻസിന് എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സിൽ വരുന്നതാണ്. സോ അങ്ങനെ വരുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ്. ക്ലിയർ അല്ലേ അത്?